പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ മനീഷ് മനീഷ ചന്ദ്ര പിന്നെ കൊയിലാള ഉസ്താദ് വന്നാട്ടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. ദൈവമേ ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ആരാ നിന്റെ അമ്മൂമ്മ? പ്രായം കുറവാണല്ലോ. എന്താണോ എനിക്ക് അമ്മയും പെങ്ങളെ കണ്ട തിരിച്ചറിഞ്ഞൂടെ? എന്ത് ചെയ്യാനാ ആ ഒരു ഏരിയ കണ്ട പിന്നെ എന്റെ കൈ വെറുതിരിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീക്ക്നെസ്. ഒന്ന് തിരിക്കാൻ എന്താടാ മാർഗം? അതെ, മുഖം ഒന്ന് കണ്ടാ മതിയായിരുന്നു. ഏയ്, എനിക്കിനി മുഖം കാണണമെന്നില്ല. മുഖം അത്ര പോരം തോന്നുന്നു. അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയേ? നോക്കട്ടെ, പോരാ. നേരത്തെ വ്യക്തമല്ലെന്ന് ഇപ്പൊ വ്യക്തമാണ്. എന്തോന്ന്? അത് പിന്നെ പറയാം. ഇതെന്തോന്ന് റൗഡിസോ? കണ്ടോ സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല. ഞാൻ ആരാണെന്ന് നോക്കിയതാ. അത് ഞാൻ നോക്കി പറഞ്ഞുതരാലോ. ഇത് നമ്മുടെ രശ്മിയിലളിയ. എടി നീ അങ്ങ് വളർന്നു വലുതായി നല്ലൊരു സുന്ദരി പെണ്ണായിലൂടി. ഒന്ന് മാറിക്കേട്ടാ. മനസ്സിലായല്ലോ. എന്റെ അമ്മോ, അങ്ങനെ ഈ മുതലിനെ ഒന്ന് കാണാനും പറ്റി. എങ്ങനെയുണ്ട് പാർട്ടി? ഞാൻ പ്രതീക്ഷിച്ച ടൈപ്പൊന്നും അല്ല. ആള് നല്ല സ്മാർട്ടാ. അതാ ഞാൻ പറഞ്ഞത്. ഓരോ തവണ കാണുമ്പോഴും അതിങ്ങനെ കൂടി കൂടി വരിക. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ചേച്ചിയുടെ പടം ഈ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടല്ലേ? കമ്പ്യൂട്ടറിലാ? ആ കടയിൽ നിൽക്കണ ചെറുക്കൻ കാണിച്ചെന്നല്ല ചേച്ചിയുടെ പടം കമ്പ്യൂട്ടറിൽ. ഫേസ് ക്രീമില്. உங்க சாரி, அந்த மேட்சிங் பிளவுஸ் ரொம்ப சூப்பர். அதுவும் இந்த ஜன்னல் வச்ச ஜாக்கெட் ரொம்ப ரொம்ப சூப்பர். நல்லா மெயின்டைன் பண்றீங்க. താങ്ക്സ്. ആണല്ലേ? എല്ലാവർക്കും എന്നെ മതി. ആര് കണ്ടാലും നിന്നെ ഒന്ന് കൊതിച്ചു പോകും. എല്ലാരും പറയുന്നുണ്ട് ഓളെ ബേക്കൊന്ന് കാണണം. എന്റെ അമ്മോ, അതല്ല ഓളെ മുടി. ഉടനെ ആ കുട്ടി ഈറനോടെ കുളക്കടവി എന്ന് കയറി വന്ന് എന്നിങ്ങനെ തുറിച്ചു നോക്കി. എന്നിട്ട് കഴുത്തം പിടിച്ച് ഇങ്ങനെ ഒരു പോക്ക എന്റെ കണ്ണുള്ളി കണ്ടു. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ? എന്തൊരു ചരക്കട.
ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു തീവ്രവാദി. ഇത് കുളമല്ല, കിണറാണ്. ഇതിനുള്ളിൽ അകവളവും ഉൾക്കുഴിവുമുള്ള ഒരു ജലനാളി തീർത്തു വെച്ചിട്ടുണ്ട്. കൈമിടിക്കുള്ള ആ മഹാതച്ചൻ. സാറിന് വട ഇഷ്ടമാണെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ, ഞാൻ എന്റെ വട തരില്ലേ. മിസ്സിന്റെ വീട് എവിടെയാ? വടകര. എടാ, ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും. അതിനല്ലടാ നമ്മൾ ജീവിക്കണേ. ഇങ്ങനെ ഒരു മരമണ്ട ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടിന്നാവല്ലോ. രണ്ടും ഒന്നല്ലേ? അത് ശരി, ഇതാണല്ലേ നേരത്തെ പറഞ്ഞ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ. ഒരുത്തിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ ചക്കരക്കുടത്തി കൈയിട്ട നക്കണമെന്ന് പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്കണം. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ഇതിപ്പോ തുടക്കം ക്ലാസ് ടെസ്റ്റിന്റെ സമയത്ത് തന്നെ ടീച്ചറെ വയറ് നോക്കിയിരിക്കാൻ നീ ആരാ? സ്കിൻ സ്പെഷ്യലിസ്റ്റാ? കുറെ നേരമായി താൻ കണ്ടു എന്ന് പറയാൻ തുടങ്ങി. താൻ എന്ത് കണ്ടു? അത് തന്നെ. അതൊരിക്കലും കണ്ടാണില്ല അല്ലേ മേഡം? ഇതിന്റെ ഫീച്ചേഴ്സ് ഓക്കെ ആണോ? ഡബിൾ ഓക്കെ. എങ്കിൽ ഇതിന് എത്ര മാർക്ക് കൊടുക്കാം? ഇതിന് മാർക്കല്ല, എന്റെ മനസ്സ് തന്നെ കൊടുത്തു കഴിഞ്ഞില്ലേ. അതിപ്പോ ലാഭായല്ലോ.